ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തായ് ചില്ലി പേസ്റ്റാണ്. ഈ തായ് ചില്ലി ജാം എന്ന് പറയും. തായ് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തായ് ചില്ലി പേസ്റ്റ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഉപയോഗിക്കാവുന്ന ഒരു ചില്ലി പേസ്റ്റാണിത്. അപ്പോൾ വെജിറ്റേറിയൻസിന് എങ്ങനെയാണ് തായ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തായ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉണക്കമുളക് വേണം. 10 ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവുള്ള ഉണക്കമുളകാണിത്. വേണമെങ്കിൽ കാശ്മീരി ചില്ലി നമുക്ക് 2-3 ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ ആ മുളകിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഈ മുളക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഈ മുളകിടാം. മുളകിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർക്കണം. ഉണക്കച്ചെമ്മീൻ ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ്. ഇനി ആ ഉണക്കച്ചെമ്മീനും മുളകും കൂടെ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ആ മുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ലതുപോലെ റോസ്റ്റ് ചെയ്യുന്ന മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ നമുക്കതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി അത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പാൻ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ്. വെളുത്തുള്ളി ഞാനിത് 7 എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള സൈസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ചൂടായ പാനിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഉള്ളിയുടെ നിറമൊക്കെ മാറുന്നവരെ റോസ്റ്റ് ചെയ്യണം. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഈ മിക്സിയിലേക്ക് ഇടണം. ഇതിപ്പോൾ ഞാൻ ആദ്യം പൊടിച്ചു വെച്ച മുളകും അതേപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ്റെയും പൊടിയാണ്. ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ്. വാളംപുളിയുടെ വെള്ളം ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ശർക്കരയാണ്. ശർക്കരയുടെ പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഫിഷ് സോസാണ്. അത് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ചില്ലി പേസ്റ്റ് ചേർക്കണം. ഈ ചില്ലി പേസ്റ്റ് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ തെളിയുന്ന വരെ മൂപ്പിച്ചെടുക്കണം. ശരിക്കൊരു ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പിന്ന് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് ഈ തായ് ചില്ലി പേസ്റ്റ് അല്ലെങ്കിൽ ചില്ലി ജാം കഴിക്കാനായിട്ട്. എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണിത്. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റൊന്നും അധികമൊന്നും ഇതിലേക്ക് വരുന്നില്ല. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഉണക്കച്ചെമ്മീനും ഫിഷ് സോസും ചേർക്കാതെ ഈ തായ് ചില്ലി സോസ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ടോമിയം സൂപ്പിലും അതേപോലെ തായ് ചിക്കൻ, ബീഫ് എല്ലാത്തിലും നമുക്ക് ചേർക്കാം. നൂഡിൽസ്, റൈസിലെല്ലാം ചേർക്കാവുന്ന ഒന്നാണിത്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി.